അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ അസർ നിസ്കാരത്തിന് ശേഷമുള്ള ക്രിക്കറ്റ് മത്സരം ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് മുതൽ നമ്മളിവിടെ ടൂർണമെന്റ് ആരംഭിക്കുകയാണ്. നമ്മുടെ കൂടെ ടൗസർ സൽമാൻ ഉണ്ട്, ഫയാസ് ഉണ്ട്, മണ്ടൻ സ്റ്റീൽ, ഷാനു കൊണ്ടോട്ടി, ഈച്ചു. ഔട്ടൊക്കെ ഔട്ട്. ഇല്ല എങ്ങനെ ഔട്ട്? എങ്ങനെ മണ്ട ഔട്ടാവണ്? പെരമക്ക് അടിച്ച ഔട്ടാട്ടോ. പെരമ ജനാല പൊട്ടിയ ഔട്ടോ? എങ്ങനെ പൊട്ടാതെ ഔട്ടോ? ഔട്ട്. സിക്സ് അടിച്ച ഔട്ടാട്ടോ. ഞാൻ ഒരു കീപ്പർ കേട്ടെ, സൽമാൻ ഔട്ടാക്കി തരാം. കീപ്പർ ക്യാച്ചിൽ സൽമാൻ ഔട്ടാണ് കണ്ടോളിയും. ചില്ലുമട്ടി ഔട്ട്. കാരണം ഫ്രണ്ട് തട്ടിയാലേ ഔട്ടാവും പെടുന്നു. ഞാൻ പെരിന്നാണ് ഔട്ടാക്കും നിങ്ങളെ. കാറ് കൊടുക്കാൻ വെക്കാട്ടോ, എറ്റിയോസ് കൊടുക്കാൻ വെക്കാണ്. ഇൻഷാ അല്ലാഹ് വണ്ടിയിൽ എടുത്തോളിയും. 2020 കേരളത്തിലെ അവസാനത്തെ എറ്റിയോസ് ആട്ടോ. ഹൈ ട്രയലില്ല. പിന്നെ സൽമാൻ അവിടെ നിൽക്ക്. പൊടി സൽമാനൊക്കെ ബാറ്റിംഗ് പഠിച്ചിട്ടോ. വീഡിയോ ഉണ്ട്. അടി സൽമാൻ ബാറ്റിംഗ് പഠിച്ചിട്ട് പറഞ്ഞിട്ട് അടുത്ത ബോളിൽ ഔട്ട്. പിരിച്ചുടാ. പൈസ കൊടുത്തു മെഷീൻ എടുത്ത്. അല്ല മെഷീൻ എടുത്ത് എത്ര ഉണ്ട്? ബാക്കി അക്കൗണ്ട് ഇടും. വെയിറ്റ് ചെയ്തിരുന്നു ഷാനു. എടാ എനിക്ക് ബാറ്റിംഗ്, എന്റെ ബാറ്റിംഗ് ആണ് അടുത്ത. സൽമാൻ ഔട്ടായിരിക്കുമ്പോൾ മെല്ലടേ ടച്ചില്ലേ? ഔട്ടാണ്. കൗത്തിന്റെ ഇത് തിരിച്ചു വന്നു. അജിത് കൗത്ത് വിളിക്ക് അതേപോലെയാണ് വന്നു. ബോളാണതേ. അതായത് എനിക്ക് അടിച്ച കോലത്തിൽ ഇട്ടരെന്നാ. കഴിഞ്ഞ് ലാസ്റ്റ് ബോൾ ഞാൻ മേത്തട്ടി ലാസ്റ്റ് ബോൾ ഇട്ടു. കീപ്പർക്ക് സൽമാൻ എന്തൊക്കെയാ ഔട്ട്? സിക്സ് അടിച്ചാലല്ലേ? ഇല്ലട്ടോ. എങ്ങനെ ഔട്ടില്ല? നിലത്ത് പിച്ചുണ്ടേ. 4 കേട്ടോ. ജയിച്ചാനി കളി ജയിച്ചാനി. ഇല്ലട്ടോ, നീ ഓവർ ഓൺ തന്നെ അറിയണേ. നിർഗളമായ ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നല്ല ഫാസ്റ്റ് ഉണ്ട്. നിന്റെ ബോളിങ് ഇങ്ങനെ ആക്കിയതാ. ഇവിടെ വേദനിച്ച് പണ്ട് പോയ വേദന അല്ലേ, അത് മാറി. ഞാൻ തിരിച്ചാണ്ട് വന്നേ. 4 റണ്ണ് പറ്റണമെങ്കിൽ അടിച്ചു ജയിക്കലാ. തന്നെ ബോളെന്നാ ബോളർ ധവാൻ കുൽക്കർണിയാണിത്. ജസ്റ്റ് മിസ്. എങ്ങനെയുണ്ട് ധവാൻ കുൽക്കറിന്റെ ബോൾ? ധവാൻ കുൽക്കർണി മാറുന്നില്ല. ഹംസോക്കാ ഇന്നലെ കിട്ടാത്ത എന്ന് കിട്ടും. ഇപ്പൊ ചെയ്യോ? ഫസ്റ്റ് ബൗൺസ് വാർണിംഗ് ബൗൺസ്. ബോളിംഗ് 4 ബോള്. സിമ്പിൾ ബോളാ. അഞ്ച് ബോൾ. ലാസ്റ്റ് ബോൾ. ഓ
വൈഡ് പോയി ആ ഒരു ബോൾ. ബോളിംഗ് ധവാൻ കുൽക്കർണിയാണെന്ന് പറഞ്ഞല്ലേ നിങ്ങളോട്? ധവാൻ കുൽക്കർണിയാണെന്ന് പറഞ്ഞല്ലേ? ജാ കീപ്പർ കാശിൽ ഔട്ടാക്കാം. ഈസി ആയിട്ട് ബേരല്ല. പോരാ ഓൻ്റെ കഴിഞ്ഞിക്കണേ ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞിക്കണേ. ഇപ്പച്ചി വെയിറ്റിങ്ങിന് ഓട്ടല്ല കേട്ടോ. ഇപ്പച്ചിനെ അടിച്ചല്ലോ അടിച്ചാൻ പറ്റൂലേ മുട്ടി. ഫാസ്റ്റും വൈഡും. ചെടിച്ചട്ടി. എടാ എങ്ങനെ അറിയില്ലോ? ജസ്റ്റ് മിസ് എനിക്ക്. അല്ല എന്റെ തല മണ്ട അങ്ങനെ വേണ്ടിനി. നെക്സ്റ്റ് ബോൾ. ഓ 4. എടാ സൽമാനെ ഫീൽഡ് മിസ്റ്റേക്ക് ഉണ്ടാക്കിയാണ്. ഫീൽഡ് മിസ്കറ്റ്. അടുത്ത കളിയാ? ഔട്ട്. ഇല്ലട്ടോ. എങ്ങനെ ഔട്ട്? പിച്ചുതേ മതി. ക്യാരറ്റ് ജ്യൂസ് ആയോ? എങ്ങനെ ഔട്ടാവണേ? എങ്ങനെ വന്ന് പോവാ? എടാ തെങ്ങുപട്ടമേലാണ് തട്ടി അടിച്ചേ. ഔട്ടോ? നമുക്ക് തർക്കിക്കറിയാത്ത നിങ്ങളെ ഭാഗ്യം. അപ്പൊ ഇന്നത്തെ ഇല്ലല്ല ക്രിക്കറ്റ് കളി കഴിഞ്ഞു. എനിക്ക് കുക്കറി ഷോടെ പെൻഡിങ്ങിൽ കിടക്കാം. ഫീൽഡിങ്ക. അപ്പൊ വ്ളോഗ് എന്ത് ചെയ്യാൻ? ഇനി കുക്കറി ഷോയിൽ കാണാം. നമ്മളെ പൈനാപ്പിൾ പിനാക്കൊലാഡ ആണ് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കാണികളുടെ നിരന്തരമായ അഭ്യർത്ഥന പ്രകാരം നമ്മൾ ബാസിൽ ഖാനെ വിളിച്ചിട്ട് ഇന്നൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ പ്രത്യേകത വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താ ഉണ്ടാക്കണം നമുക്ക് അറിയാം. ഉന്നക്കായി. ഇപ്രാവശ്യം എന്താ ഉണ്ടാക്കണം എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പം ഇത് നമ്മളെ കണ്ണൂർ ഇത് കൊയിലാണ്ടി കോക്ടെയിലേക്ക് ഇല്ല പിടിച്ചാ നൂറ അണ്ട് വെച്ചാ അത് കണ്ണൂർ എത്തിയിട്ടില്ല. കൊയിലാണ്ടി എത്തിയിട്ടുള്ളൂ. കൊയിലാണ്ടി കോക്ടെയിലാക്കി. അപ്പം കാവോ പടുപട് തപ്പട്. അത് നമ്മളെന്താ ഏത് രാജ്യത്തിന്റെ ഐറ്റാണ്? തായ്ലാൻഡ്. അപ്പൊ ഇജ്ജ് പോയപ്പോ ഇത് കഴിച്ചിനോ? ഇത് കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് സ്പെഷ്യൽ തായ്ലൻഡിനീസ് ഡിഷാണ്. ഞാൻ ആ വൈക്ക് പോയിട്ടില്ല, വേറെ റൂട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ കാവോ പടുപട് തപ്പടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോണത്. അതായത് നമ്മളിത് വരുന്നത് നമ്മളിത് തായ്ലൻഡ് സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിക്ക് നമ്മൾ കുറച്ച് ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കം, കുറച്ച് ചോന്ത ക്യാപ്സിക്കം, കുറച്ച് മഞ്ഞ ക്യാപ്സിക്കം. അതിക്ക് ഞാൻ എന്ത് ചെയ്തു, നേരത്തെ ചിക്കൻ ചെറുതായിട്ട് വേവിച്ചെടുത്തിട്ട് ഒന്ന് ചക്ക പണി കുറവാണ്, നമുക്ക് സമയം കുറവാണ്. അറേഞ്ചായി. അപ്പൊ ഈ ഡിഷ് നമ്മൾ സെർവ് ചെയ്യണമെന്ന് വെച്ചാൽ എങ്ങനെ വെച്ചാല് പൈനാപ്പിളിന്റെ ഉള്ളിലാക്കിയിട്ടാണ്. എന്നിട്ട് നമ്മള് ചൂടാക്കി ചൂടും. അതായത് ഫില്ലിങ് അങ്ങനെയാണ് വരുന്നത് കാര്യായിട്ട്. സുഹൃത്തുക്കളെ, അപ്പൊ ഈ ഡിഷ് എനിക്കറിയില്ല. ഓൻ പറഞ്ഞു തരുന്ന ഒരു അറിവില് ഞാൻ നിന്ന് കൊടുക്കുന്നത്. ഇന്നോട് നിന്നാ മതി. ഞാൻ അപ്പൊ ബാസിൽ ഇപ്പൊ റീസെന്റ് തായ്ലൻഡ് പോയപ്പോ ഏറ്റവും കൂടുതൽ കഴിച്ചിന് ഒരു ഭക്ഷണം കാവോ പടുപട്. അവിടെ പോയപ്പോ എന്താ അവിടെ പോയപ്പോ മറ്റേ സാധനമൊക്കെ മാംഗോ സ്റ്റിക്കി റൈസ്. നല്ല ടേസ്റ്റ് അല്ലേ? അടിപൊളി. അതായത് നമ്മളെ എന്ത്
റഹീമാക്കാന്റെ പെണ്ണുങ്ങളോട് റഹീമാക്കാരോട് ഫ്രിഡ്ജ് നോക്കി കൊടുക്കുക, ഞാൻ സാധനം കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇച്ച് സാധനം കൊണ്ടുവരാം, ഞാൻ നോക്കി കൊടുക്കാം. ഭക്തി കൊടുക്കും, നമുക്ക് കുറച്ച് ഭക്തി കമ്മി ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഒന്നില്ലെങ്കിൽ നോൽപ്പ് ഇഞ്ചി നോക്കുക, കുട്ടികൾക്ക് സാധനമൊക്കെ അരി സാമാനിച്ച് കൊണ്ടുവരാം, ഇല്ലെങ്കിൽ ഞാനിവിടെ നോൽപ്പ് വെയിൽ കൊള്ളല ഓൾക്ക് നടക്കൂല. നിങ്ങളെ പെണ്ണുങ്ങളത് കണ്ട് അപ്പം റിച്ചുവിന്റെ പേണ്ടത് റിച്ചുവിന്റെ പേണ് വന്നു പോയത് അന്ന് ഓൻ വന്നിനി പിന്നെ വേറെ ചങ്ങ എന്നായിക്കോട്ടെ. മാരിറ്റൽ ലെസൺസ് ഫ്രം റൈമക്ക. സെന്റർ കട്ടിയുണ്ട് അതിലെ സെർവ് തൊലിയാണ് ഇങ്ങനെ കട്ട് ചെയ്യാ. ആ എടാ തൊലി കളയണ്ട. കൈത്തച്ചക്കേ അവിടെ റീല് കൊടുക്കണ്ട്. അപ്പൊ റീലൊക്കെ ഒന്ന് ഉഷാറായി വരണമെങ്കിൽ കൈത്തച്ചക്ക ഒന്ന് കറക്കി കൈക്കൊക്കെ വരണം. മതി മതി. ഇനി ഇവിടെ കട്ട് ചെയ്താലോ ഒന്നങ്ങനെ അങ്ങനെയാ. കൂറേ എല്ലാ ഡിഷും യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കൂറ ഒരു അടിപൊളി മെമ്പറാ. കൂറനെ കെട്ടുന്ന ആളെ ഭാഗ്യം എന്ന് പറഞ്ഞാല് ഒരു ഷെഫിനെയും ഒരു കൊമേഡിയനെയും ഒരു ഷെഫിനെ ഒരു കൊമേഡിയനെ ഒരു കലാകാരിനെ ഒറ്റ സ്ട്രെച്ചിൽ കിട്ടുകയാണ്. ഒരു സുന്ദരിനെ എല്ലാവിധ സൗന്ദര്യങ്ങളും പടച്ചനുണ്ടല്ല. എല്ലാവർക്കും ഇങ്ങനത്തെ അനുഗ്രഹങ്ങൾ കൊടുക്കൂല പടച്ചൻ. പക്ഷെ നമ്മളെന്താ വെച്ചാൽ ഇപ്പൊ കെട്ടിച്ചില്ല. ആരെങ്കിലും നോക്കി വെച്ചിക്കണോ? ഇല്ല നോക്കി നിന്നോട് പറഞ്ഞോ നമ്മൾ റെഡിയാക്കാന്ന് പോയി. നമ്മള് കുടുംബത്തിന്റെ മുതൽക്കൂട്ടാണ് നൂറമ്മള്. അതന്നെ കുടുംബത്തിൽ ഇത്രയും ക്ലാസ് ഉള്ള ഒരു വ്യക്തി. നൂറഞ്ച് ഇപ്പൊ അനക്കുണ്ടല്ലോ ഒരു 10-25 വയസ്സുണ്ടല്ലോ ഇപ്പാണ് കെട്ടീനിയാ. ആ വയസ്സില്ലല്ലോ. കാരണം അത്ര ക്വാളിറ്റി ഒരാളെ ഞാൻ വേറെ ഗേൾസിന്റെ അടിയിൽ കണ്ടില്ല. ക്വാളിറ്റി ലുക്ക് ആ ഒരു ഇതൊക്കെ അധ്വാനം മെയിൻ്റനൻസും കുറവാണ്. പാവന്റെ കുട്ടി ഉണ്ടല്ലോ എനിക്കുള്ള എന്തൊക്കെ ആയിട്ടോ അവിടെ ഇരിക്കട്ടോ. സ്കൂൾ കുട്ടികളെങ്കിൽ ഓൾറെഡി ടോപ്പാണ്. അനാൻഷന്റെ പെങ്ങളല്ലേ പറമ്പ്. ഇത് ഞാൻ പുറത്തേക്ക് എടുക്കുക. ഇനി നടുവില് കുത്ത് ബത്തക്കൊക്കെ നമ്മള് പോത്തുകുണ വെച്ചുമ്പോ കാക്ക വെച്ചുമ്പോ എടുത്ത് തരുന്നുണ്ടല്ലേ. അതിനെ ഇവിടെ കുറച്ചുകൂടി തുറക്കണം. ഞങ്ങളോട് അപ്പഴേ പറഞ്ഞതാ. ആ അടി കുറച്ചുകൂടി തുറക്ക്. അല്ല എന്നിട്ട് ഈ ഓട്ടറിന്റെ ഉള്ളിൽ നമ്മളിത് ഫില്ല് ചെയ്യോ? ആ എന്നിട്ട് ചൂടും. അപ്പൊ ആ ടേസ്റ്റ് ആണ് വരും. കാവ് പടിപ്പടി തപ്പടല്ല മുത്തത് കാര്യമായിട്ട് ചൂടത്. അതാണ് നേരത്തെ വരാൻ പറഞ്ഞത്. ഇങ്ങനെയാണോ ചൂടല്? ഇതൊക്കെ എന്തിനാ ഈ ക്യാപ്സിക്കൊക്കെ? ഇത് ചൂടാണ് അറിയണ്ടോ? ഈ പൈനാപ്പിളിന്റെ പീസ് കിട്ടിയിട്ട് അടിച്ചേ ലൈം. ഇമ്മതെന്താ കിട്ടാത്ത ഉമ്മ? വീഡിയോ എടുക്ക്, നല്ല പോയി വീഡിയോ എടുത്തോക്ക്. ഇത് തുറന്നാണ്ടത് ഇങ്ങനെ തുറന്നെടുക്കണല്ലോ. ഇത് കിട്ടണം ഈ ഭാഗം. ഇപ്പൊ എന്താ വേണ്ടി? ഈ നടു സ്ക്വയറായി കിട്ടണം. അതങ്ങനല്ലടാ. പക്ഷെ ഇവിടെ പൊട്ടി സൗണ്ട് കാര്യമില്ലല്ലോ. നിക്കട്ടോ. ആ പോരുന്നുണ്ട്. ഗൈസ് നമ്മള് കരുതിയ ഒരു ആവുണ്ട്. ഇനി ഇവിടെയും വേറെടുത്ത് പൊട്ടിയൊന്നുണ്ട് അടിയോണ്ട്. കുഴപ്പമില്ല. സംഭവം തന്നെ നമ്മൾ ഉദ്ദേശിച്ചത്. നീ കത്തിയോണ്ട് മോടന്തി നോക്ക. ആ പൊക്ക് എന്നിട്ട് ഓരോ സാധനം കണ്ടുപിടിച്ചു. ഞാൻ വെറൈറ്റി ആവട്ടെ. സന്തോഷത്തില് എനിക്കെന്താ ഇതിലൊക്കെ മോടന്താട്ടെ. അല്ല എനിക്ക് ഇത്ര മതി. ഇവിടെ പൊട്ടിയോ? ഇല്ല കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും മൈദ വെച്ചാൽ മൈദ പേസ്റ്റ് തരി. ഉമ്മ എന്റെ ഇറച്ചി ഇപ്പൊ പോന്നി. ഇത് ഫുള്ള് തുറക്കണം അല്ലേ? തായ്ലൻഡിനീസ് അല്ലേ?
തായ്ലൻഡ് തുരക്കലാണല്ലോ സാധാരണ മനുഷ്യന്മാരെ. അവിടെ ഉള്ള ചൊറുക്കിന് കാരണം എന്തായാലും ഇതാണ് ഇങ്ങനത്തെ ഐറ്റംസ് ആണ്. അതാണ് ഈ പൈനാപ്പിളിന്റെ ഉള്ളിലൊക്കെ ഈ കുടിക്കുക. തായ്ലൻഡുകാരൊക്കെ വെളുത്തെടുക്കാൻ കാരണം എന്താണ്? ഈ സാധനമാണ്. ഈ സാധനം തിന്നിട്ടാണ്. കേൾക്കുമ്പോ ഇനി കുറെ പെൺകുട്ടികളെ നാളെ മുതൽ തന്നെ നാളെ മുതൽ 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് ഉള്ളവരൊക്കെ ഫുള്ള് ഇത് അത് കഴിഞ്ഞാൽ പഠിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട്. ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ ഒരുത്തി കുളിക്കുക. അതും വേണോ? ഈ ഒരു സാധനം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാല് പൈനാപ്പിളിന്റെ ഈ ഡിഷ് ഉണ്ടാക്കുമ്പോ ഇതിൽ നിന്ന് കിട്ടണ പൈനാപ്പിളിന്റെ ഈ ഒരു തൊലിയില്ലേ ഇതിൽ സോപ്പ് ബിൽഡ് ചെയ്ത് ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടാണ് ഉരക്കേണ്ടത്. അപ്പൊ ആ പൈനാപ്പിളിന്റെ ഫ്ലേവർ ബോഡിക്ക് ഇറങ്ങിയിട്ടാണ് അപ്പോഴാണ് ആ ഗ്ലാമർ സിനിമ നടന്മാരുടെ ഗ്ലാമർ ഒക്കെ ശരിക്കും വരുന്നത്. കുറച്ച് പൈനാപ്പിൾ ജ്യൂസിന്റെ സംഭവം ഇത്ര മതിട്ടോ. അതായത് 100 മോളെ ഗ്ലാമറിന്റെ പിന്നിലുള്ള ഒരു കാര്യം അല്ലെ കുറെ ക്യാമറയിലൊക്കെ പറയും. ഞാനത് പഴയ സപ്പോർട്ട് പഴയ പോലെ സപ്പോർട്ട് ചെയ്യണല്ലോ. കുട്ടികളെന്താ വെച്ചാൽ വളർന്നേ ഒരു വയസ്സ് കൂടി UP സ്കൂളായി. അപ്പം എന്റെ വയസ്സ് ചെറുതാക്കാൻ പറ്റുമോ? വയസ്സ് ചെറുതാക്കാൻ പറ്റുന്നുണ്ടല്ലോ. പൈസ കൊടുത്ത് വയസ്സ് ചെറുതാക്കാൻ പറ്റുന്ന ആഫീഫിനെ ഞാൻ ഒരു 10-20 ലക്ഷം റുപ്യ കൊടുത്താലും എനിക്ക് വിഷയമല്ലേ. ഞാൻ 10-20 ലക്ഷം കൊടുത്തു അവനെ ബാക്കൊക്കെ പറഞ്ഞു. നഷ്ടല്ല. ചിരിച്ചിട്ട് ഞങ്ങൾ പാട്ടായിക്കണ്. ചെറുപ്പത്തില് ഞാൻ അത്ര അധികം ചിരിച്ചൊരു ക്യാരക്ടർ വേറല്ലോ കേട്ടോ. ചെറുപ്പത്തിലെ സ്റ്റീല് മുത്തേ അന്നാണെങ്കിൽ വീഡിയോ അല്ല. അന്ന് അതൊന്നും ഇല്ലാത്ത കാലത്ത് അവന്റെ കോമഡി കണ്ട് പെരയില് ചിരിച്ചതിനൊരു അതിരില്ല. അങ്ങനത്തെ ഒരാൾ ഇവിടെ വേറെ ജനിച്ചിട്ടില്ല. ഇനി ജനിക്കാനും പോണില്ല അവനെ പോലത്തെ ഒരാള്. അത്രയും ഒരു സൂപ്പർ ക്യാരക്ടർ ഞാൻ ഫിൻഡ് കേട്ടോ. ചിരിച്ച് പാടായിനി. ഇവിടെ എപ്പോഴും എങ്ങനെയാ അറിയോ 2 ഡിഷാണ്. പോവാ വെറുതെ അങ്ങനെ പറിച്ചില്ലല്ലേ. തുറന്നിട്ട് എന്തായാലും വിൽക്കൂല അറിയാലോ. ഞാൻ നിങ്ങൾ തുറന്നോളൂ. ഇതൊക്കെയല്ലേ കാണണേ. ഓടി കോഴിക്കുട്ടിയൊക്കെ കോഴിക്കുട്ടിയൊക്കെ തുറന്നിട്ട് പോവാം. സാധനം റെഡി ആവാനത്. നിങ്ങൾ തുറന്നോളൂ. ഞാൻ ഇല്ല, ഞാൻ ഈ വൈക്ക് പോയിക്കൊണ്ട് പെണ്ണുങ്ങളെ തരുന്നൊക്കെ സൽമാന്റെ ഷെഡിക്ക് അല്ല ട്രൗസർ കുഴപ്പമില്ല. ചെറിയ ഓട്ടൊന്നും സീനില്ല. മുത്തേ എന്താണ് സൽമാനെ എനിക്ക് ഇപ്പോഴും അവിടെ നിങ്ങൾ ഇറങ്ങാനായില്ലേ? എന്ന് കയറിയതാ സ്റ്റേഡിയത്തിന്റെ തുറവിന്റെ അത് കയറിയതാണ്. എത്തിക്കണോ? വേഗം വരാൻ മതി. 2 ദിവസത്തിൽ വരാൻ മതി. 2 ദിവസം ഇവിടെ കയറി ഫുൾ ചെലവ് അക്കോമഡേഷൻ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. ഞാൻ നിലവിലൊക്കെ പോകാറ് പേര് ചോദിച്ചു നിങ്ങൾക്ക് ഇവിടെ പറ്റാത്ത നിങ്ങൾക്ക് ഇവിടെ പ്രയാസം എന്നൊക്കെ ചോദിച്ചു. പറ്റാത്തോണ്ടല്ല, അതുകൊണ്ടല്ല ഓൽക്കൊരു ചേഞ്ച് ഇട്ടാൻ വേണ്ടി പോവാണ്. അല്ലാതെ ഓൽക്ക് എന്താ ഇവിടെ പ്രയാസം? 4 നേരം ഭക്ഷണം 2 നേരം ഭക്ഷണം. സൽമാനൊക്കെ ഇത് കറക്റ്റ് ആയില്ലോ വാസിലെ. ഓ കറക്റ്റാ സാധനം കേട്ടോ. ഇനി ഇതിക്ക് കടത്തി ഉറക്കാനുള്ള സാധനം ഉണ്ടാക്ക്. ഇതിന്റെ ഉള്ളിലേക്കാണ് നമ്മള് ഫ്രൈഡ് റൈസ് വരുന്നത്. തായ്ലൻഡിനീസ് ഫ്രൈഡ് ചിക്കൻ. ഇത് തായ്ലൻഡ് തടുപ്പട്. അതന്നെ ഞാൻ കണ്ടതാണ്. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടാവും തായ്ലൻഡില്. പോയാലും ചെല്ല നിങ്ങള് പറയും. ഓ തായ്ലൻഡിൽ പോയിട്ട് ഒരു സാധനം ഉണ്ട് ഇറങ്ങാണ്ട് അവസാനം ഞാൻ തായ്ലൻഡിൽ അങ്ങോട്ട് പോയാൽ അടുത്താഴ്ച വരും. അപ്പൊ കൊണ്ടുവരും. തായ്ലൻഡീസ് ഗിഫ്റ്റുകളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയോ? എടാ നിങ്ങൾ ഒരു ദിവസം തുറവിക്ക് വരി. നമുക്ക് തുറവിക്ക് വിളിച്ചോ. ഒരു തുറവിക്ക് ഇവിടെ കൂടി. അന്ന് ഞാനല്ലേ ഭക്ഷണം ഉണ്ടാക്കിയ. എന്താ പേടിക്കണ് ബാസിൽ? ഏയ് തുറവിക്ക് വേണ്ട. ഏയ് കുഴപ്പമില്ല. എന്താ ഈ ഒരു ഫിനിഷിങ്ങിൽ എന്ത് ചെയ്യണം? പൈനാപ്പിൾ തുറന്നെടുക്കണം കേട്ടോ. കൈ കേട്ടെ. വൃത്തി ഭയങ്കര സീനാണ്. അടപ്പ് വേണ്ടിയില്ല. അടപ്പ് വേണ്ട. അടപ്പ് വേണ്ട. നമ്മൾ ഇതിക്ക് സാധനം ഇട്ടാ മതി. ഞാൻ ഞെട്ടിച്ചാണ്. ചുട്ടൊന്നും വേണ്ട. ചുട്ടതാകെ പോളും.
ഓ മാംഗോ സ്റ്റിക്കി റൈസ് ഒന്നും എനിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്നെ വാങ്ങണ പിന്നെ അതല്ല ഞാനത് നിനി അതാവുമ്പോ നമുക്ക് വല്ലാതെ ഏൽക്കൂല. ആ മാങ്ങ എന്തൊരു ടേസ്റ്റ് എന്ത് മാങ്ങയാണ് അൽഫോൻസോ മാംഗോ നല്ല മാങ്ങ. ആ ചോറും ഒരു നമ്മളെ ഒട്ടിച്ചോറ് ഒരു പശപ്പശപ്പുള്ള ചോറും പാല് അല്ലേ പാലോട് പറഞ്ഞിട്ട് നമുക്ക് ശരിക്കും നോമ്പറക്കാരെ സാധനം ചീച്ചു എത്തിയിരിക്കുകയാണ്. എപ്പോഴും എന്താ വെച്ചാൽ ഇവിടെ 2 നോമ്പുറവി ഉണ്ടാവല്ലേ. ഒന്ന് ഞങ്ങളത് ചാത്തപ്പത്തുറവിക്ക് ആവശ്യമായിട്ടുള്ള ഡിഷുകളൊന്നും ഇവിടെ ഉണ്ടാവും. ഒന്ന് ഒറിജിനൽ നോമ്പറക്കാളത് എപ്പോഴും വെച്ച് കണ്ടേക്കും. ഇപ്പൊ തന്നെ പൈനാപ്പിൾ ഒരു ചാറ് പൈനാപ്പിൾ ഇട്ടില്ലേ അപ്പൊ മെച്ചായി. നമ്മൾ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇടാൻ പോവാണ്. ഇതാണ് പട്ട് ചട്ടി. നിങ്ങളെ ചട്ടി എടുക്കൂ കൊണ്ടുവരൂ. മരത്തിന്റെ സ്റ്റിക്ക് ഉണ്ട് ടാനിയോ സ്റ്റീലൊന്നും എടുക്കരുത് കേട്ടോ. ആ അരി എടുക്കൂ. ഇത്ര അരി ഇട്ടല്ലോ. ഇങ്ങനെ ഇത് ഓൾറെഡി വന്നിട്ടില്ലേ? അടുപ്പത്ത് വെക്ക്. തായ്ലൻഡിൽ നിന്ന് വന്നൊരു സ്പെഷ്യൽ ഡിഷാണ്. സ്പെഷ്യൽ നഷ്ടം ഉണ്ടാവില്ല, ഇറക്കുമതിയാണ്. ഇപ്പൊ ഒന്നും പള്ളിക്കോലാണേ. ഇപ്പൊ എപ്പോഴും ഇല്ലേ വേഗം പള്ളിയിൽ പോകും. എന്നിട്ട് ഇങ്ങനെ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യും. കാരണം നമ്മൾ തിന്ന സാധനമൊക്കെ ദഹിച്ചാൽ കറക്റ്റ് ഇറങ്ങി പോയിക്കണം. എന്നിട്ട് തറാവി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയ നമുക്ക് ഇരിക്കലെന്നെ ഉള്ളൂ. അതിന്റെ ഇടയിലും തിന്നൂല. അതിന്റെ ഇടയിൽ മെല്ലെ വന്നിട്ട് പോകും. സേഫ്റ്റി ഇപ്പൊ ഒരു 9:30 ശേഷം നമ്മളൊക്കെ ഇത് തിന്ന് കഴിഞ്ഞ് ഒരു ആമാശയത്തിലെത്തി ആർക്കും പ്രശ്നങ്ങളില്ല. എന്നാ ഒരു 9:30 ഒരു ടേസ്റ്റ് നോക്കാണ്ട് തിന്നോക്കും. എന്നിട്ട് വൻ അഭിപ്രായം സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വൻ അഭിനന്ദനം. പിന്നൊന്നും പറയാലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ, ചട്ടി അടുപ്പത്ത് വെക്കുന്ന സെഷനാണ് ഈ നടക്കാൻ പോകുന്നത്. വരും. എങ്ങനെ ഇല്ല, ഇത് കഴിഞ്ഞു. 2 ഗുൻഫാദി ഗുൻഫിയാണിത്. ഇത് കഴിഞ്ഞ സോക ഡോണ്ട് വറി. ഉമ്മ ഇനി എന്ത് ചെയ്യണ്ടേ? വെള്ളം പാരുവേ? അല്ല ഞാൻ പറയട്ടെ. അപ്പൊ നിങ്ങള് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കല്? സൺഫ്ലവർ ഏത്? ഇതിക്കോ അരിക്കോ? നൂറക്കാണ് നമ്മൾ തട്പടിന്റെ ആദ്യത്തെ സ്പൂൺ നൂറ മോൾക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ഇന്ന്. പല്ല് പോയിട്ടുണ്ടോ? പല്ല് കാണിച്ചതാ അടിക്ക. ഒരു പല്ലിന്റെ ഒരു കഷ്ണം പോയിട്ടുണ്ട്. അതേപോലെ വായിലൊരു പുണ്ണുമായിട്ടുണ്ട്. പാവം ആകെ പിടുത്തം വിട്ടു. ഏയ് അതിന്റെ ഫ്ലേവറിൽ കുടുങ്ങിക്കോളും. അത്ര മതിയോ? ഇത് ബസ്മതി അരി മുത്തേ, സാധാ ബസ്മതി അരി. അതിക്ക് ചിക്കന്. ഇത് അവിടെ നിന്ന് കിട്ടുക എനിക്കറിയില്ല. പൈപ്പ് ഇവിടുന്ന് കിട്ടുക. അത് തപ്പി വെക്കാം. നമുക്ക് തപ്പി വെക്കാം. ചിക്കൻ ഇത്ര മതിയോ? എവിടെ വെച്ചാൽ തപ്പാ? നമുക്ക് ഏതായാലും സാനിറ്ററിയിലൊക്കെ ഉണ്ടാവല്ലോ. അല്ലമ്മ കുറച്ചുകൂടി ചിക്കന് പൊടിച്ചിട്ടുണ്ടേ. അത് മതി. എന്നാലും എല്ലാരും ഇത് ടേസ്റ്റ് ഒക്കെ എന്താ വെച്ചാൽ ലാസ്റ്റ് പൊട്ടുണ്ട്. അത് പൊട്ടുണ്ട്. ആ കണ്ണിക്ക് പൊട്ടുണ്ട്. ബാസിലെ ഞാൻ അരി എടുത്തരാം. മാറിക്ക് ഞാൻ രക്ഷിച്ചേരാം അമ്മച്ചിനെ. അരി ആദ്യത്തെ പൊട്ടൂലേ? അപ്പൊ ചോറൊക്കെ എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കല്? എനിക്കറിയില്ല. ചോറ് എണ്ണ വെള്ളാണ്ട് അതിലിട്ട് വറക്കലാണല്ലോ. പുയിങ്ങലല്ലേ? ചോറ് അടുപ്പത്ത് പുയിങ്ങലല്ലേ? അത് പുയിങ്ങലരി അല്ലേ? ആമ്മ മുട്ട വേണ്ടി. മുട്ട പൊട്ടിച്ചിടണതീക്കുമ്മ. ഇപ്പൊ വാങ്ങിക്കൊടുക്കുമ്മ. നജീംഷാദ് എടുത്തോക്ക്. ഈ സൗണ്ടോടെ കിട്ടണം. ടാറ്റ ബിർള അംബാനിയെ അള്ള പടച്ചു, ഈ പാവപ്പെട്ട ഞമ്മളെയും അള്ള പടച്ചു. പൈസക്കാരൻ ട്രൗസർ ഇട്ടാൽ ബർമൂഡയാവും. ഒറ്റ 1-2 മുട്ട പൊട്ടിച്ചിട്ടാ. ദീക്കിടമ്മ ദീക്കിട
ഇത് ഈ ഒരു ഇതിലല്ലേ തിന്ന് വാടണോ ഇത് ഇനി പൊട്ടിക്കല്ലേ? ഉപ്പിടണ്ടമ്മ, ഉപ്പിടണ്ടേ? അപ്പൊ ഇതൊന്ന് വയറ്റി കഴിഞ്ഞിട്ട് കാണാം. നല്ല മണല്ലേ? അപ്പൊ ബാസിൽ അവർ മുട്ട പൊട്ടിക്കാൻ വേണ്ടി ബാസിൽ അവറിനെ വിളിക്കുന്നു. അല്ലാ, മാറിക്ക് മാറിക്ക്, ഇളക്കണം. ഒരു മുട്ടി കൂടി ഒന്നുകൂടി ഇടാം, പ്രശ്നമല്ല. ആ മുട്ടതിൽ മാത്രമായി ഒതുങ്ങിട്ടോ. സ്മെല്ലെങ്ങനെയുണ്ട്? ഓ മുട്ട പൊട്ടിച്ചോ? നീ തോട് കൊടുക്കണല്ലേ? ഇതിനെ ഇവിടെ പൊട്ടിച്ചിട്ടാണ് ഇടണം. വലിയ പൊട്ടിച്ചല്ലേ ഷെഫുമാരൊക്കെ അതന്നെ ഇനി സാധനം കുറച്ച് പവറില് കളക്കട്ടെ, അല്ലെ അവിടെ ഇവിടെ കൊടുക്കും. ഓ ഉമ്മച്ചി ഇതന്നെ തിന്നാണല്ലോ ഉണ്ട് കേട്ടോ. എടാ നമ്മൾ ഒറിജിനൽ ഷെഫുമാരായിട്ടാ. മണൊക്കെ അടുക്കളയിൽ നിന്ന് ഒറിജിനലി വരുന്ന മണം വരുന്നുണ്ട്. ഫ്രിഡ്ജിന്റെ ഫോണ് അല്ലാ പടച്ചോനെ, ആ ഫോണ് അടുത്ത ഫോണിക്ക് ചെന്നോക്ക്. ഓ സംസാരിക്കണ അതിന് വെള്ളത്തിലിട്ട് തണുത്തവെള്ളം കുടിക്കുകയും ചെയ്യാം. അത് കുറച്ചേരം വെള്ളത്തിലിട്ട് ഞാൻ തണുത്തവെള്ളം കുടിച്ചാ. കോൺസെൻട്രേഷൻ പോയി. എടാ അത്ര മതിയോ? ഒരു പൊടി റൈസ് മതിയോ ഇത്ര ആൾക്കാർക്ക്? ഇന്നേക്ക് ഒരു പൊടി അത് ഫുള്ള് ഇട്ടാലേ എത്ര മതി? എനിക്ക് അതിനുള്ളിൽ നിറഞ്ഞാൽ മതി. ഇത് കുത്തിയച്ച മേത്ത്. എടാ അപ്പൊ റൈസിന്റെ ഇത് കുറയും. എനിക്ക് കൊറേ എന്നാ ഒരു മുട്ടയും കൂടി ഇതിക്ക് പൊട്ടിച്ചിട്ടോ. അഞ്ഞു പറ്റൂലല്ലോ. എന്നാ ചിക്കൻ കുറച്ച് തരുമ്മാ. ഇത് മതിയോ? അതിന്റെ കളർ എന്താ? വെള്ള കളറ് ഫ്രൈഡ് റൈസ് ആയിട്ടാ? ഈ അടുക്കള സീനാട്ടോ. 5 മിനിറ്റ് റെസ്റ്റ് ഒന്നും കിട്ടില്ല. ആ ബാസ് ഒരു സല്യൂട്ട് അടിച്ച അമ്മമാർക്ക് എല്ലാവർക്കും. ഓൾ ഇന്ത്യ ഓൾ കേരള മോംസ് അസോസിയേഷൻ എല്ലാ ഉമ്മമാർക്കും നോമ്പ് പോയിട്ട് പണിയെടുക്കണേന് ഒരു ഞങ്ങളെ സല്യൂട്ട്. എനിക്ക് ചെറിയ പൈനാപ്പിൾ കഷ്ണം വേണ്ടി ജ്യൂസ് ആയോ? അല്ല അതിൻ്റെ ഉള്ളിൽ നീ നുറുക്കല്ലേ? ഇത്ര മതി, അത്ര മതി. ഇമ്മ കുറച്ച് ഓയിൽ കുറവുണ്ട് ഉമ്മ. ഓയിൽ കുറവുള്ള പോലെ. പൈനാപ്പിൾ ഗ്രേവി കേട്ടോ. കുറച്ച് വെച്ചിട്ടില്ല. ഇങ്ങോട്ട് അപ്പൊ പൈനാപ്പിളിന്റെ ഫ്ലേവർ വരുന്നുണ്ട്. കുറച്ചുകൂടി ഇവിടെ വേണണ്ട. എന്താ ജ്യൂസ് ഫ്രൈഡ് റൈസാ? ഇവിടുക്ക കിട്ടാത്ത മതിട്ടോ. ഞാൻ അതിൻ്റെ ഉള്ള അടി കാണും. പുറത്ത് മതി. എടി ഇനി ഫ്ലേവർ മാറും. ആ baby, lovely baby, come on baby. ഞാൻ ഇപ്പൊ പാളലില്ല. എൻ്റെ ഒന്നും ഞാൻ കേറി, ഞാൻ ഇത് മാറി.
കണ്ടിട്ടാള് ഞാൻ ഇപ്പൊ സാധനം കറക്റ്റ് കണ്ടറിഞ്ഞ അതിനനുസരിച്ച് ചിക്കലല്ല മുത്തേ. അസ്ലം ഖാനോട് രണ്ട് ഷഫ്പിളിന്റെ കടി കയറി അയാൾ എടുക്കൂല പറഞ്ഞു വെല്ലുവിളിയാവുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കുറെ ചോദിച്ചു എങ്ങനെയെങ്കിലും നമുക്ക് പറ്റില്ല ഇതിപ്പോ ഈ ഒരു സ്ഥാപനം ഇങ്ങനെ ആവാൻ കുറെ വർഷത്തെ എഫേർട്ട് ഉണ്ട്. ഇജു വന്നാണ്ട് ഇത് ഫുള്ള് അപ്പൊ അത് വേറൊരു ബ്രാൻഡിക്ക് പോകാൻ ഞാൻ സമ്മതിക്കൂലായിരുന്നു. കാണിച്ചു കൊടുക്കേ. മുത്തേ ഒന്ന് മണത്ത കാബേജ് ഉപ്പേരി കൂതരെ മണക്ക് മണക്ക് കാര്യായിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ നടക്കുമ്പോ എന്തൊക്കെ മണക്കുണ്ട് അതേ പറഞ്ഞത്. ഇമ്മാരൊക്കെ നോമ്പന്നെ ഉറക്കത് ഈ നോമ്പിനെന്താ സാധനം ഇമ്മാര് ടേസ്റ്റ് ചെയ്തിട്ട് മണത്തുമ്പോ അത് ഇമ്മാർക്ക് പ്രത്യേക കഴിവുണ്ടായി. മണത്തിന്റെ ഞാൻ അങ്ങനെയാണ്. മണത്ത് ചുമച്ചു. ഉമ്മ അത് മതിയോ? ഉമ്മ റൈസ് ഒടയുണ്ടമ്മ. അത് മതിയോ അമ്മ? വ്ളോഗർ ബീപ്പാത്തു. അല്ല ഞാൻ മഞ്ഞ കൊടുന്നീനി. ബാസിലെ നമ്മൾ ഡിഷ് ആയിട്ടോ. ഇത് അതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണ്ടേ? വൈഫ് ലവ് 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 ലോലി കാച്ചി 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 മൈ വൈഫ് മൈ ലൈഫ് നടിയില് ചൂടാക്കാൻ മൂട്. ഞങ്ങളിവിടെ രണ്ടവിടെ നോമ്പറക്കല്ലേ എന്താ സൗണ്ട്? കുക്കിംഗ് ആണെന്നേ. കിട്ടില്ല സാധനം തായ്ലൻഡ് ഡിഷ് സാധനം വരുന്നുണ്ട്. വീഡിയോ ഉണ്ടോ എന്നിട്ട് വീട്ടിൽ ട്രൈ ഒക്കെ ഉണ്ടായിക്കോട്ടെ. ലിങ്ക് അയച്ചരാ. ഞങ്ങളിവിടെ എല്ലാരും ഉണ്ട്. തുറക്കാനായോ ഞങ്ങള് ചെക്കന്മാരൊക്കെ ഉണ്ട്. ഉമ്മ ഇടട്ടമ്മ അവസരിക്ക് ഫില്ല് ചെയ്യാം. അതാണ് ഈ ഡിഷ്. അതാണ് ഈ ഡിഷ്. ബാക്കി കൂടെ വെച്ച് ആൾക്ക് ജ്യൂസ് അടിച്ചു. റെസിപ്പിയാ കുറച്ച് ഉപ്പ് എടുത്താ നൂറാ. ഈ ഉപ്പിന്റെ അംശം എവിടെയും വന്നിട്ടില്ല റൈസൊക്കെ. ഇമ്മ ഉപ്പിടട്ടെ? അല്ല ഓൾറെഡി ഉപ്പിട്ടിക്കണോ? ഉമ്മ കുടുങ്ങിക്കണ 4 ഭാഗത്തുനിന്ന്. എല്ലാ ചെന്നെ പറയാം അവളോട്. ഓക്കൊരു അവസരം കൊടുക്കേ. സെയിം ബത്തക്കയാണ്. ഇതാണ് ഞങ്ങളെ വീട് കേട്ടോ. ഒത്തൊരുമ. ഇത്ര ആളുടെയും കണ്ടോ ബത്തക്കന്റെ അവിടെ ഈച്ചുണ്ട്, റൈസിന്റെ അവിടെ ഞാൻ ഉണ്ട്, ജ്യൂസിന്റെ അവിടെ ഞാൻ ഇരുന്നു. അത് കാണിച്ചെടുത്താ ഓഫാക്കട ചെങ്ങയ്യേ കൈ കുടുങ്ങയില്. ഇത് സീൻ സാധനം കേട്ടോ. നടക്ക് ഇജ്ജ് അങ്ങനെ പിടിച്ചിക്ക് എന്നിട്ട് സ്പൂൺ കൊണ്ട് തട്ട അല്ലെങ്കിൽ ഒക്കെ പുറത്തേക്കോ. ജിംഷ അങ്ങോട്ടോ അങ്ങോട്ടോ അങ്ങോട്ടോ. മോനെ ഇതിന്റെ മണം ഉണ്ടല്ലോ. മണം കിട്ടില്ല നിങ്ങക്ക്? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അല്ല അപ്പൊ ഒന്നും പറയാലല്ലോ. ഇവിടെ നോക്ക് ജിംഷ, ഇവിടെ നോക്ക്. ഇത് കൊണ്ടായി മുട്ടേ അനക്കൊരു സൈലോട്ട് അടിച്ചാലേ വേണ്ട. ഞാൻ ഒരു അഹങ്കാരം വന്നു. യൂട്യൂബോ വൈഫ് കൊണ്ട് വിളിക്കട്ടോ. ഞാൻ അങ്ങനെ തിരിച്ചു വിളിക്കാം. വൈഫിനെ വിളിച്ചാൽ മാസ് കൊണ്ടോ അധികം കളക്കണ്ട. എന്നാലും ചെയ്തിട്ടില്ല. മെച്ചിയെ അണ്ടിപ്പരിപ്പുണ്ടോ മെച്ചിയെ? ഓ ഇത് തായ്ലൻഡ് ആയി ഈ കോല് വന്നപ്പോ. തായ്ലൻഡിൽ ഇങ്ങനത്തെ സ്പൂൺ വെക്കുക റൈസിലൊക്കെ. അപ്പൊ നമ്മളെ ഇന്നത്തെ ഡുംഡും എന്തായാലും നമ്മളെ സാധനത്തിന്റെ പേര് ഫോൺ വ്ളോഗ് എടുക്കണ ഫോണിലാണ്. അല്ല വേറെ പേരുണ്ട്. തപ്പട് ഒട്ടിപ്പിടിച്ച ഇവിടെ കുറച്ച് കഴിഞ്ഞ മണം വന്നി. ഈ മണം കിട്ടില്ലടാ.
മൂക്കിൽ നിറഞ്ഞിട്ട് ചെവി കൂടെ കയറിണ്ട്. അപ്പം നമ്മളെ തായ്ലൻഡ് പടുപടി ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ടേസ്റ്റിംഗ് സെഷൻ നമ്മൾ ഉടനെ വരുന്നതാണ്. അപ്പം നമ്മളിനി ടേസ്റ്റിംഗ് സെഷൻ വേറെ അവിടെ നോമ്പുറക്കണ വ്ളോഗാണ്. അപ്പം നോമ്പുറക്കണ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരുക്കങ്ങളും കാര്യങ്ങളും ബാക്കിയുണ്ട്. നമ്മുടെ തടുപ്പടി ഡിഷ് എങ്ങനെ വന്നു, എങ്ങനെയാണ് ഇതിന്റെ റെസിപ്പി, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആൾക്കാർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അടുത്ത സെഷനിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെ കണ്ണൂർ കോക്ടെയിലും എന്തില്ല ഇനി അത് കുറച്ച് അല്ല കുറച്ച് ദീന പാട്ട് ഇതൊക്കെ കുറച്ച് ഇടണേ, അപ്പോഴേ ഒരു ഉള്ള പോലെ തോന്നുള്ളൂ. ചില അണ്ടിപ്പരിപ്പ് ചോറിൽ ഇട്ടുന്ന സാധനം തന്നെയാണ്. പിന്നല്ലത് ഇത് ഉറുമാമ്പയാണ്. ഉറുമാമ്പയൊക്കെ ഫ്രൈഡ് റൈസിൽ ഇടലുണ്ട് ചില ഹോട്ടലുകാർ. 2 പത്തൊക്കെ പൊട്ടും. ഫ്രൂട്ട് സലാഡോ ഐസ്ക്രീം ഇട്ടാലോ? കുറച്ച് വിപ്പിംഗ് ക്രീമും കൂട്ടിയുണ്ട്, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടിട്ട് ബാസിൽ പഠിച്ചിട്ട് അടുക്കളയിൽ നിന്നുണ്ട് സാധനങ്ങളൊക്കെ പഠിച്ചു. അപ്പൊ നമ്മളെ തപ്പട് പടുപടി ഇല്ലേ ഇന്നലെ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തില്ലേ, അടുപ്പ് പൊട്ടിത്തെറിച്ച്. അല്ല അടുപ്പ് പൊട്ടിത്തെറിച്ച്. ചില്ലിന്റെ അടുപ്പേനി, അങ്ങനത്തെ ചില്ലിന്റെ അടുപ്പ്, ഇൻസ്റ്റന്റ് കുക്കറോ? ആ ചില്ല് മൊത്തം പൊട്ടി. മറ്റേ ചെലന്തി വല പോലെ പൊട്ടി തെറിച്ച്. ഫസ്റ്റ് ഇത്ര ഹൈറ്റിലോട്ട് പോന്തി, കണ്ണുകൊന്നായില്ല ബാധിക്കുന്നത്. എന്താ പറ്റിയാലോ? അപ്പം 4 കൊല്ലം 4 കൊല്ലം അങ്ങനെ പൊട്ടിയല്ലോ. ഇതാദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടെയല്ലോ. അത് നോൾട്ടന്റെ കമ്പനി 4 കൊല്ലം ടൈം ഗ്യാപ്പിൽ പൊട്ടിത്തെറിക്കുന്ന പ്രൊഡക്ട്സ് നോൾട്ടക്കാരൊന്ന് മാറ്റി തരാറുണ്ടോ? വരാറുണ്ടോ? അപ്പൊ വാറണ്ടി കിട്ടൂട്ടോ, വാറണ്ടി കിട്ടുന്നാണ് പറഞ്ഞത്. 2 കൊല്ലം ഉള്ളൂ. ഇങ്ങനെ വന്ന് നോക്കട്ടെ. കാരണം പൊട്ടിത്തെറിച്ചു വേണ്ടേ, പൊട്ടാൻ പാടും. അങ്ങനെ അപകടമായ രീതിയിൽ പൊട്ടിത്തെറിച്ചാൻ പാടുണ്ടോ? കറണ്ടിന്റെ പ്രശ്നമല്ലല്ലോ, കറണ്ടിന്റെ പ്രശ്നമല്ല, ഗ്യാസ് തന്നെയാണ്. ഗ്യാസും കുറ്റിന്റെ. എന്തായാലും നമ്മളെ തപ്പട് പടുപടി ഇതേപോലെ നമ്മൾ ഇന്ത്യ ടൈസിംഗ് സെഷൻ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കിംഗ് വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടേസ്റ്റിംഗ് സെഷൻ അടുത്ത വ്ളോഗിൽ വെച്ചിട്ട് ടേസ്റ്റിംഗ് സെഷനും കാണണം. മസ്റ്റ് ആയിട്ടും ടേസ്റ്റിംഗ് സെഷൻ മിസ്സാക്കരുത്. അപ്പോൾ ഇതിന്റെ ടേസ്റ്റിംഗ് സെഷൻ അടുത്ത വ്ളോഗിലാണ് വരുന്നത്. അപ്പോൾ ആ വ്ളോഗിൽ വെച്ചിട്ട് കാണാം ഗൈസ്. ബൈ ബൈ.